ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അതാ നമ്മൾ ഒരു കേക്ക് മേടിച്ച ബോക്സ് ഉണ്ടല്ലോ, കേക്കൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു കാർഡ്ബോർഡ് ബോക്സ് അതെടുത്തിട്ടുണ്ട്. അതിൽ നിന്നായിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. സൈസൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കട്ട് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വേണമെങ്കിൽ നമുക്ക് ഈ കാർഡ്ബോർഡ് ഇങ്ങനെ തന്നെ വെക്കാം. പക്ഷെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊരു സംഭവം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തോട്ടും നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ആകുമ്പോൾ അതേ കണ്ടോ കാർഡ്ബോർഡിൻ്റെ ഒരു കളർ വരും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ രണ്ടെണ്ണമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് സൈഡ് കട്ട് ചെയ്തല്ല നമ്മൾ കളയുന്നത്, ബാക്കിലോട്ട് തിരിച്ചൊട്ടിക്കുകയാണ് കേട്ടോ. കട്ട് ചെയ്ത് ഒട്ടിക്കുമ്പോൾ അത് ഭംഗി കുറയും. അപ്പോൾ നമ്മൾ കവർ ചെയ്ത് ബാക്കിലോട്ട് എക്സ്ട്രാ നിൽക്കുന്നത് ഒട്ടിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളൊരു 4 സ്ട്രിപ്പ് ഈ സൈഡിലത്തെ ലെങ്ത്തിന് പാകത്തിന് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ കാർഡ്ബോർഡിൻ്റെ പീസ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനാദ്യം തന്നെ ഒന്ന് ടിഷ്യൂ പേപ്പറിൽ റാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ടിഷ്യൂ പേപ്പറല്ലേ ചെയ്തത്. അപ്പോൾ ടിഷ്യൂ പേപ്പറിൽ ആദ്യം ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു. പിന്നെ ആവശ്യമുള്ള ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് എല്ലാ സൈഡും മടക്കി നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കുറേ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് കട്ടി തിക്നെസ് ആവശ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ അത്രയില്ല. അപ്പോൾ അതിനും കൂടി എന്താണ് ചെയ്യുന്നതെന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ തിക്നെസ് ഇല്ല കാർഡ്ബോർഡ് ഉണ്ടാക്കാനായിട്ടെന്ന്. അപ്പോൾ ഇതേപോലെ നമ്മൾ 3 സൈഡിലും കുഞ്ഞു സ്ട്രിപ്പുകൾ 4 സൈഡിലും ഇതേപോലെ ഇങ്ങനെ ബോക്സ് ആയിട്ട് 2 പീസസ് വീതമാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടാണ് നമ്മൾ ഇത് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി കുറേ കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ ഈ ഒരു സ്ട്രിപ്പ് തന്നെ 3 പീസായിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കട്ടിയുള്ള കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു ബോർഡർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ സൈഡൊക്കെ വെച്ച് നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. സൈഡിലോട്ടൊന്ന് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഒരുപാടില്ല, എന്നാൽ കുറച്ചിങ്ങനെ എക്സസ് ആയിട്ട് നിൽക്കുന്ന പോലെ. അതിനുശേഷം നമ്മൾ ഇനി ഇതിനെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബോർഡർ നമ്മൾ കൊടുക്കുന്നത് ബ്ലാക്ക് കളറാണ് കേട്ടോ. അപ്പോൾ ബോർഡറിൽ നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തു. ഉള്ളിൽ നമ്മൾ അക്വ ബ്ലൂ ഉണ്ടല്ലോ, ആ ഒരു കളറാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതൊരു ബ്ലൂവും പിന്നെ വൈറ്റൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഈ ഒരു കളർ. അതല്ലെങ്കിൽ നമുക്ക് സീഡ് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കളർ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതടിച്ച് കഴിയുമ്പോഴേക്കും ബ്ലാക്ക് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഈ ഒരു ആൻറ്റിക് ഉണ്ടല്ലോ ആൻറ്റിക് ബ്രോൺസ് ഇതേപോലെ ഒരു തുണിയിൽ ആക്കിയിട്ട് നമ്മൾ ഫിംഗർ വെച്ചിട്ട് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫുള്ള് ബ്ലാക്ക് പോകരുതല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു വെറ്റ് ടിഷ്യൂ ആണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അതിലൊരുപാട് ബാക്കിയുണ്ടാവും കൈകൊണ്ട് എടുത്തിട്ട് കിട്ടാത്ത പോലെ. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് തന്നെ റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ കൂടി ചെയ്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള സംഭവം കൂടെ ശരിയാക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് സീഷെൽസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബീച്ചിൽ പോയപ്പോൾ പറക്കിയെടുത്ത് കൊണ്ടുവന്നതാണ്. കഴിഞ്ഞ വർഷം ദുബായി പോയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അവിടുത്തെ ബീച്ചിൽ നിന്ന് പറക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ സൗദിയിൽ ഇവിടെ എനിക്ക് ബീച്ചൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോഴൊക്കെയാണ് പറക്കി കൊണ്ടുവരിക. എന്നിട്ട് നമ്മളിത് ഇതേപോലെ ഒട്ടിക്കുക കേട്ടോ. ആദ്യം 2 വെച്ച് ഒട്ടിക്കുക. പിന്നെ ആ ഒരു 2 ഓപ്പണായിട്ട് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ വെച്ച് ഒട്ടിക്കുക. അങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ റോസ് പെറ്റൽസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്ത് കൊടുക്കില്ലേ, ഇങ്ങനെ ഓപ്പണായിട്ട് നിൽക്കുന്ന ഭാഗത്ത് വേറെ പെറ്റൽസ് വെച്ച് കൊടുക്കില്ലേ, ആ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളിവിടെ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ ഒട്ടാൻ കുറച്ച് പാടാണ്, സമയം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടുന്ന ഗ്ലൂ ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയും ഫിനിഷിങ്ങും കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഇത് കുറേ സമയം എടുത്തിട്ടാണ് ഞാൻ ഒട്ടിച്ചെടുത്തത് കേട്ടോ. അപ്പം നമ്മൾ ഇതേപോലെ ഇതില്ലെങ്കിൽ നമുക്ക് പിസ്താ ഷെല്ലായാലും മതി കേട്ടോ, സീഷെൽസ് ഇല്ലെങ്കിൽ. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു അടിപൊളി വോൾ ഡെക്കോറായിട്ട് വോളിൽ നമുക്ക് ഹാങ് ചെയ്തിടാം. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്, നല്ല ലുക്കാണ് കാണാനായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അതിൻ്റെ ഫ്രെയിമാണ് കേട്ടോ. ഫ്രെയിമിൻ്റെ ഒരു ലുക്കിലാണ് ഏറ്റവും ഭംഗിയായിട്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കല്ലേ.